ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ഓർമ്മ ദിനത്തെക്കുറിച്ചാണ്. 1995 ജൂലൈ 17 വിക്ടബറിൻ്റെ അരുമ ശിഷ്യനായിരുന്ന ബ്രദർ ഷാജി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ദിനമാണ്. ജൂൺ ജൂലൈ മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യസം സ്വീകരിച്ചവർക്ക്, ഈ കാര്യസത്തെ സ്നേഹിക്കുന്നവർക്ക് ഓരോ വർഷത്തിലെയും വളരെ പ്രധാനപ്പെട്ട മാസങ്ങളാണ് ജൂൺ ജൂലൈ മാസങ്ങൾ. ആ ദിവസങ്ങൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഈശോയിലേക്ക് നയിച്ച നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ ഓർക്കും. ആ ഓർമ്മയിലൂടെ അവരിലേക്ക് ദൈവം വർഷിച്ച ആ ചൈതന്യം നമുക്കും ലഭിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, പ്രവാചക ദിനങ്ങളുണ്ട്. ആ ദിനത്തിൽ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ദിനങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെ ഓരോ കാര്യസ്ഥത്തിലും ഓരോ ചൈതന്യങ്ങൾ സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതാക്കന്മാരെ ഓർക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ബ്രദർ ഷാജിയുടെ ഓർമ്മകൾ നമ്മുടെ ഹൃദയത്തെ ഉണർത്തുന്നുണ്ട്. 2 പത്രോസ് 1-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ മിസ്റ്റർ പത്രോസ്ലിഹ പറയുകയാണ്, നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുവെങ്കിലും അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈ കൂടാരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു. ഈ ഓർമ്മപ്പെടുത്തൽ വഴി നമ്മുടെ ആത്മാവിനെ ഉണർത്തുകയാണ്. ആ ചൈതന്യത്തിലേക്ക്, ആ സമയങ്ങളിലേക്ക് ഒക്കെ നമ്മുടെ ഹൃദയത്തെ ഉണർത്തുകയാണ്. ദൈവവചനത്തിൻ്റെ രഹസ്യത്തിലേക്ക് വിളിച്ച ഒരു കൊച്ചു യുവാവായിരുന്നു ബ്രദർ ഷാജി. അദ്ദേഹം ഏകദേശം 6-7 വർഷമേ കർത്താവിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചുള്ളൂ. കൂടുതലും 3 വർഷങ്ങളാണ് ഈശോയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രവർത്തിച്ച സമയങ്ങൾ. അനേക ദേവാലയങ്ങളിൽ, അനേക സ്ഥലങ്ങളിൽ, അനേകം ഭവനങ്ങളിൽ, അനേകം യുവാക്കന്മാരിൽ എല്ലാം ദൈവവചനത്തിൻ്റെ ഒരു വിത്ത് വിതച്ചു. 1 പത്രോസ് 1:23 പറയാണ്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഒരിക്കൽ കൂടി ജന്മം നൽകപ്പെട്ടു. മാമോദീസായിലൂടെ നമ്മളെല്ലാം കർത്താവിൻ്റെ മകനും മകളുമായി മാറ്റപ്പെട്ടവരാണ്. ആ ചൈതന്യത്തെ വീണ്ടും ഒന്നും കൂടി ഉണർത്തുക, ദൈവവചനത്തിൽ ശക്തമായി വളർത്തുക. ഈ കാലഘട്ടത്തിൽ കർത്താവ് തന്ന 2 പ്രവാചകന്മാരായിരുന്നു വിക്ടബറും ഷാജി ബ്രദറും ഒക്കെ. വിക്ടബറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ദൈവം ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനമുണ്ടായി. ആ ശിഷ്യത്വം സ്വീകരിച്ച് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ഒരു യുവാവായിരുന്നു ബ്രദർ ഷാജി. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 24-26 വരെയുള്ള വചനത്തിൽ ഈശോ പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. കർത്താവിനെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അതിനു മുമ്പ് പറയുന്നത് എന്താണ്? തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി ആ ജീവിതം മാറ്റിവെക്കപ്പെടുമ്പോൾ നിത്യജീവനിലേക്കുള്ള ആ ജീവിതത്തിലേക്ക് അനേകരെ അവർ വഹിച്ചു കൊണ്ടുപോകും. അനേകരെ ആ കൃപയിലേക്ക് ആകർഷിക്കപ്പെടും. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 7-9 വരെയുള്ള തിരുവചനത്തിൽ, നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംവഹിക്കുന്നത് കൊണ്ട് നിങ്ങളെല്ലാവരെയും കുറിച്ച് ഞാൻ അപ്രകാരം വിചാരിക്കുന്ന യുക്തമാണ്.
കാരണം നിങ്ങളെല്ലാവരും കൃപയിൽ എൻ്റെ പങ്കുകാരാണ്. അതുപോലെ തന്നെ എൻ്റെ ബന്ധനത്തിലും സുവിശേഷ സംരക്ഷണത്തിലും സ്ഥിരീകരണത്തിലും നമ്മൾ ആ ചൈതന്യത്തിലേക്ക് വരുമ്പോൾ ആ ദൈവം അവർക്ക് നൽകിയ ആ ഹൃദയത്തിൽ, പ്രാർത്ഥനയിൽ ഒക്കെ നമ്മളും പങ്കുകാരാകുകയാണ്. ആ കൃപയിൽ പങ്കുകാരാകുകയാണ്. അതുപോലെ സുവിശേഷത്തിൻ്റെ സംരക്ഷണത്തിലും ആ ബന്ധനത്തിലും എല്ലാം ദൈവം നമ്മളെയും പങ്കുകാരാക്കുകയാണ്. 1 യോഹന്നാൻ 3:1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിൽ യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുന്നുണ്ട്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിഞ്ഞിട്ടില്ല, കാരണം അതവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാൻ ആകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ ഈ വചനത്തിൽ ജീവിച്ചാൽ, ഈശോയെ സ്നേഹിച്ചാൽ, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്ന വലിയൊരു വിളിയാണ്, വിശുദ്ധിയിലേക്കുള്ള വിളി, വചനത്തിലേക്കുള്ള വിളി, ദൈവസ്നേഹത്തിലേക്കുള്ള വിളി. അത് ഷാജി ബ്രദർ പറയാനുള്ള ഒരു ആത്മീയ രഹസ്യമാണ്. നാം ലോകത്തിൽ എവിടെയൊക്കെ ആയിരുന്നാലും വിശുദ്ധി, എളിമ, വിശ്വസ്തത, ദൈവസ്നേഹം ഇത് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈശോയിൽ നിന്ന് പിരിയുകയില്ല. നമ്മൾ എവിടെയായിരുന്നാലും, ചിലപ്പം നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, നമുക്ക് ഒന്ന് ആത്മീയമായിട്ട് സഹായിച്ചു തരാൻ ആരും ഉണ്ടായിരിക്കില്ല. എങ്കിലും കർത്താവിനോട് നമ്മൾ വിശ്വാസം, വിശുദ്ധി, ദൈവസ്നേഹം, എളിമ ഇതെല്ലാം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ ഈശോയിലായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കപ്പെടേണ്ട പുണ്യമാണ് എളിമ എന്ന പുണ്യം. എളിമയിലൂടെയാണ് കർത്താവിൻ്റെ കൃപ മുഴുവനും നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. പ്രഭാഷകൻ 3:18 നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ഷാജിബറിനെ സംബന്ധിച്ചിടത്തോളം 1988, 90കളിലൊക്കെ സാധാരണ ജീവിതം നയിച്ച ഒരു കൊച്ചു യുവാവ്. അദ്ദേഹം ധ്യാനമൊക്കെ കൂടി ഈശോയെ അറിഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ഒരു കൊച്ചു യുവാവായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ബ്രദർ വിക്ടറുമായിട്ട് കണ്ടുമുട്ടുക. ഒരു ധ്യാനത്തിലൂടെയാണ് കണ്ടുമുട്ടുക. അങ്ങനെ അവർ തമ്മിൽ പരസ്പര വിശ്വസ്തരായി ശിഷ്യനും ഗുരുവുമായി ഒരു കണ്ടുമുട്ടലിലൂടെ ദൈവീക പ്രവർത്തനത്തിൻ്റെ വലിയൊരു കവാടം തുറന്നു. ബ്രദറും ആദ്യമേയൊക്കെ ഈശോയിൽ വന്ന സമയത്ത് ഒന്ന് സഹായിക്കാനൊന്നും ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോഴാണ് ബ്രദർ ഷാജിയുമായിട്ട് കണ്ടുമുട്ടുന്നവർ അനേക ആത്മീയ രഹസ്യങ്ങൾ പങ്കുവച്ചു. അനേകരെ ഈശോയിലേക്ക് കൊണ്ടുവരുന്നതിനും അനേകരെ ആ ചൈതന്യത്തിൽ വളർത്തുന്നതിനും ഒക്കെ ഒരു ഉപകരണമായ ഒരു കൊച്ചു യുവാവാണ് ബ്രദർ ഷാജി. അദ്ദേഹത്തിൻ്റെ ആത്മീയ ശക്തിയുടെ രഹസ്യം പരിശുദ്ധ കുർബാനയായിരുന്നു. 90 തൊട്ട് 95 നമ്മുടെ ഇന്നത്തെ അവസരങ്ങളെ പോലെ നിത്യാരാധനയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ദേവാലയങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഷാജി ബ്രദറിൻ്റെ ഏറ്റവും ദൈവീക രഹസ്യത്തിൻ്റെ കലവറ പരിശുദ്ധ കുർബാനയായിരുന്നു. പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് ദൈവീക ശക്തി പൂർണ്ണമായിട്ടും അദ്ദേഹം സ്വീകരിച്ചത്. ഷാജി ബ്രദറിന് ദൈവം കൊടുത്ത വലിയ ഒരു കൃപയായിരുന്നു അനേകം യുവാക്കന്മാരെ ശക്തിപ്പെടുത്തുക. ആ കാലഘട്ടത്തിലുള്ള അനേകം യുവാക്കന്മാരെ ക്രിസ്തുവുമായിട്ട് ആഴമായ ബന്ധത്തിലേക്ക് കൊണ്ടുവരിക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം വിശുദ്ധി എന്ന പുണ്യത്തിൽ വളർത്തുക, ശുദ്ധത എന്ന പുണ്യത്തിൽ വളർത്തുക എന്നുള്ളതായിരുന്നു. ബ്രഹ്മചര്യത്തിൻ്റെയും കന്യാവ്രതത്തിൻ്റെയും വലിയ രഹസ്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. കാരണം ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്മീയ ശക്തി വർദ്ധിപ്പിക്കുന്ന ചില മേഖലകളാണ്
വിശുദ്ധി അഥവാ ശുദ്ധത എന്ന പുണ്യം. അതിന് അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥത്തിലെ 2 പേരെ തിരഞ്ഞെടുത്തത് ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിലെ പൂർവ്വ ജോസഫിനെയും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13 അധ്യായത്തിലെ സൂസനെയുമായിരുന്നു. ആ വിശുദ്ധിക്ക് വേണ്ടി, ശുദ്ധത എന്ന പുണ്യത്തിന് വേണ്ടി ശക്തമായ പോരാടിയ 2 പേരാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ 2 കഥാപാത്രങ്ങൾ. നമ്മൾ ഈ ലോകത്തിൽ എത്ര ഡിഗ്രികൾ, എത്ര ഡോക്ടറേറ്റുകളും എത്ര വലിയ സംഭവങ്ങൾ കരസ്ഥമാക്കിയാലും ഏറ്റവും വലിയ ഡോക്ടറേറ്റ് അഥവാ ഡിഗ്രി എന്ന് പറയുന്നത് ശുദ്ധത അഥവാ വിശുദ്ധി എന്ന പുണ്യമാണ്. ആ പുണ്യത്തിൽ മായം ചേർക്കാതെ ഇരുന്നാൽ പരിശുദ്ധ കന്യാമറിയത്തെ നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 1 അധ്യായത്തിൽ 28 തിരുവചനത്തിൽ പരിശുദ്ധ കന്യാമറിയത്തെ പിതാവായ ദൈവം അയച്ച ദൈവദൂതൻ വന്ന് അഭിസംബോധന ചെയ്യുകയാണ്. ദൈവകൃപ നിറഞ്ഞവളേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. 31, 32 തിരുവചനത്തിൽ പറയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. ഈശോ എന്ന ആ നാമം വഹിക്കാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്ത കൃപയുടെ പാത്രമാണ്. റോമാക്കാർക്കെഴുതിയ ലേഖനം 9 അധ്യായം 23 തിരുവചനത്തിൽ കൃപയുടെ പാത്രമാണ് പരിശുദ്ധ മറിയം. ആ മറിയത്തെ, ആ ഈശോയെ നമ്മൾ അനുകരിക്കുമ്പോൾ ആത്മീയ ശക്തി നമുക്ക് വർദ്ധിച്ചു വരികയാണ്. പരിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ, വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ നമ്മൾ കർത്താവിൽ സൂക്ഷിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും ക്രിസ്തുവുമായിട്ടുള്ള ഒരു വിവാഹ നിശ്ചയം കർത്താവ് നടത്തുന്നുണ്ട്. ബ്രദർ ഷാജി ഈ യൂത്തിനെ എല്ലാം ഒരുമിച്ച് കൂട്ടി അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വചനത്തിലൂടെ ദൈവവുമായിട്ട് അവരെ എല്ലാം ഒന്നിപ്പിക്കുന്ന ഒരു രഹസ്യം അദ്ദേഹം വെളിപ്പെടുത്തി. അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഒരു വചനം വായിച്ചു. 2 കൊരിന്തോസ് 11 അധ്യായത്തിൽ 2 തിരുവചനത്തിൽ മിസ്റ്റർ പൗലോസ്ലിയ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു. എന്തെന്നാൽ നിർമ്മലമായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. ക്രിസ്തുവുമായി നിങ്ങളുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി. ഒരു അപ്പസ്തോലൻ്റെ ജോലിയാണ്, ഒരു ആത്മീയ ഗുരുവിൻ്റെ ജോലിയാണ് നമ്മളെ ക്രിസ്തുവുമായിട്ട് ഒന്നാക്കി തീർക്കുക. ക്രിസ്തുവുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിലേക്ക് ഒരു ആത്മാവിനെ കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം അനേകരെ ക്രിസ്തുവുമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധത്തിൽ ഒന്നാക്കി തീർത്തു. അതിലൂടെ സംഭവിച്ചെന്താണ്? ഈ ലോകത്തിൽ ആരൊക്കെ വിട്ടുപോയാലും, ഈ ലോകത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളേറ്റവും അടുക്കുന്നവരും എല്ലാം നമ്മെ ഉപേക്ഷിച്ച് പോയാലും നമ്മെ വിട്ട് പിരിയാത്ത ഒരേ ഒരു വ്യക്തി ആരാണ്? നമ്മുടെ കർത്താവായ ഈശോയാണ്. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായത്തിൽ 1 തൊട്ട് 5 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്. ആത്മീയ രാജ്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഭൗമികമായിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. ആത്മീയ രാജ്യത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അല്ലയോ പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനമാലപിക്കുക. എന്തെന്നാൽ ഭർത്തൃമതികൾക്കുള്ളതിനേക്കാൾ മക്കൾ പരിത്യക്തയ്ക്കാനുള്ളത്. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശ്ശീല ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക, നീ ഇരുവശത്തേക്കും വ്യാപിക്കുക. കണ്ടോ, നമ്മൾ ആ ചൈതന്യത്തിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് വിശാലമായ ഒരു ഹൃദയം നമുക്ക് ലഭിക്കുക. എല്ലാവരെയും നമുക്ക് ദൈവ മക്കളായി കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു കൃപ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെയാണ്. എല്ലാവരെയും സഹോദരീ സഹോദരന്മാരായിട്ടും നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ സഹോദരങ്ങളും ഒക്കെയായിട്ട് നമുക്ക് സ്വീകരിക്കാനായിട്ടും ആ വിശാലമായ ഒരു ഹൃദയം നമുക്ക് ലഭിക്കുന്നത് ബ്രഹ്മചര്യത്തിലൂടെയും കന്യാവ്രതത്തിലൂടെയാണ്. വിക്ടർ അവസാനം ബ്രദറിൻ്റെ മരണത്തിന് മുമ്പായിട്ട് ബ്രദർ പറഞ്ഞൊരു വാക്കുണ്ട്,
ഷാജി ഒരു ബ്രഹ്മചരിയായിരുന്നു. ഞാനും ആ ബ്രഹ്മചര്യത്തെ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു. ആ കൃപയുടെ രഹസ്യം വെളിപ്പെട്ട് കിട്ടുന്നവർക്ക് മാത്രമേ ആ ചൈതന്യത്തിൻ്റെ പവിത്രത എത്ര വലുതാണെന്ന് മനസ്സിലാകുകയുള്ളൂ. നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഇപ്പം വിവാഹ ജീവിതം നയിച്ചവരും അവരുടെ ജീവിതത്തിൽ അവർ വിശ്വസ്തത പുലർത്തുമ്പോൾ അവിടെയും ശുദ്ധത എന്ന പുണ്യം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഏത് ജീവിതാന്തസ്സിലാണേലും ആ ജീവിതത്തോടുള്ള വിശ്വസ്തതയാണ് അവിടെ ശുദ്ധത എന്ന പുണ്യത്തിന് പ്രാധാന്യം നൽകുന്നത്. അങ്ങനെ നമ്മളെ ആത്മീയമായിട്ട് കർത്താവുമായി ബന്ധിപ്പിച്ച ഒരു വലിയ പൗരുഷത്വത്തിൻ്റെ കരുത്തായിരുന്നു ബ്രദർ ഷാജി. അതുപോലെ തന്നെ ഓരോ തിന്മയുടെ അരൂപിയെയും കണ്ടുപിടിക്കാനുള്ള ഒരു വലിയ കൃപാവരം ദൈവം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. വിറ്റുപേർ പഠിപ്പിക്കും 1 കൊറിന്തോസ് 12:10 വിശ്വാസവരവുമുണ്ട്, വിവേചനാവരവുമുണ്ട്. ഓരോ വ്യക്തികളിലും ഏത് അരൂപിയാണ്, അതിലൂടെ ഓരോ പ്രെയർ ഗ്രൂപ്പിലെ ഏതൊക്കെ അരൂപികളാണ് വന്ന് ചേർക്കപ്പെട്ടതെന്നും ആ അരൂപിയെ എങ്ങനെ നമുക്ക് പുറത്താക്കാൻ കഴിയുമെന്നും അദ്ദേഹത്തിന് ദൈവം വെളിപ്പെടുത്തി. നമ്മൾ ആ തിന്മയെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളും കൂടെ അനുവാദം കൊടുക്കുമ്പോഴാണ് ഈ തിന്മയുടെ ശക്തികളൊക്കെ നമ്മളിൽ പ്രവേശിക്കുക. അതിനുശേഷം അവിടെ ഭിന്നതയുണ്ടാക്കും, അവിടെ വിദ്വേഷമാകും, വൈരാഗ്യമാകും, സഹോദരനെ വെറുക്കുന്ന ഒരു അശുദ്ധാരൂപി അവിടെ പ്രവേശിക്കും. അതിനെ പുറത്താക്കുന്ന ദൈവിക രഹസ്യം എന്താണ്? ഈശോയുടെ സ്നേഹമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15:13 സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല, ഈശോ പറയുകയാണ്. അതുപോലെ നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, രക്തസാക്ഷികളുടെ രക്തമാണ് ക്രിസ്ത്യാനികളുടെ ബീജം. ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ, ക്രൈസ്തവ ജീവിത രഹസ്യത്തിൻ്റെ ബീജം എന്താണ്? ഈശോയുടെ രക്തം, ഈശോയുടെ ശരീരം, അനേകം വിശുദ്ധരുടെ രക്തസാക്ഷികളുടെ രക്തം എല്ലാമാണ് ക്രിസ്ത്യാനികളുടെ വളർച്ചയുടെ രഹസ്യം. പീഡനങ്ങളുടെയും സഹനങ്ങളുടെയൊക്കെ സമയത്ത് അവർ കർത്താവിന് വേണ്ടി ധീരരും ശക്തരുമായി വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. അങ്ങനെ ഷാജി ബ്രദർ പറയും, ഈ അരൂപികൾ ഒക്കെ നമ്മളിലേക്ക് തള്ളിക്കയറാൻ തുടങ്ങുമ്പോൾ മൃഗത്തിൽ മധ്യസ്ഥം വഹിക്കുവാൻ പോകേണ്ടിയിരിക്കുന്നു. വലിയ വലിയ മധ്യസ്ഥരെ ആ സമയത്ത് ദൈവം എടുക്കുകയാണ് അവിടെ നിന്ന്. അതാണ് സങ്കീർത്തനം 116:15 പറയുന്നുണ്ട്, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ആ വിശുദ്ധരെ അവിടുന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അതിലൂടെ ആ തിന്മയുടെ ശക്തി കുറയുകയാണ്. കാരണം എളിമപ്പെടൽ അവിടെ ഉണ്ടാകുകയാണ്, ദൈവരാജ്യത്തിൻ്റെ വികസനം അവിടെ ഉണ്ടാകുകയാണ്. ഇങ്ങനെ അനേക ആത്മീക രഹസ്യങ്ങളിലേക്ക് ബ്രദർ ഷാജിയെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപായിട്ട് 95 ജനുവരി മാസം മുതൽ ഒരു 3 മാസത്തേക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഒരു ധ്യാനത്തിൽ അദ്ദേഹം വചനപ്രഘോഷണത്തിന് സ്റ്റേജിൽ കയറിയപ്പോൾ ദൈവവചനം ലഭിക്കാതെ, ഒരു വചനം പോലും സ്വർഗത്തിൽ നിന്ന് ലഭിക്കാതെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. കാരണം വചനത്തിൻ്റെ കവാടം അടയ്ക്കപ്പെട്ട ഒരു സമയം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ ദൈവം നരകം എന്താണ്, സ്വർഗരാജ്യം എന്താണ് എന്നെല്ലാം കാണിച്ചു കൊടുത്തു. 3-4 മാസത്തോളം അദ്ദേഹം വളരെ വേദനയിൽ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികളിലൂടെ കടന്നുപോയി. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് കിട്ടിയ സങ്കീർത്തനം 77 കൃപ കാണിക്കാൻ അവിടുന്ന് മറന്നുപോയോ, എന്താണ് എൻ്റെ ദുഃഖത്തിന് കാരണം എന്നെല്ലാം കർത്താവിനോട് കേണപേക്ഷിച്ചു. ഉറക്കമില്ലാത്ത രാത്രികൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ആത്മാവിൽ ഇരുണ്ട അവസ്ഥകൾ, കൂട്ടുകാരെല്ലാം പിരിഞ്ഞുപോയ അവസ്ഥകൾ, ഒറ്റയ്ക്ക് മാത്രമുള്ള ഒരു അവസ്ഥയിലൂടെ കർത്താവ് കൊണ്ടുപോയി. ഇതിലൂടെ പ്രാർത്ഥിച്ച് മുട്ടിന്മേൽ നിന്ന് കൈകൾ വിരിച്ച് അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്ന് അദ്ദേഹം അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ആ സമയത്ത് അദ്ദേഹത്തെ വിറ്റബേർ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം നിർത്തിവെച്ചു.
അങ്ങനെ ആ ഇരുന്നുള്ള പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിച്ച് മറ്റൊരു വ്യക്തിയായിട്ട് ദൈവം മാറ്റി. എളിമപ്പെട്ടപ്പോൾ, അനുസരണം സ്വീകരിച്ചപ്പോൾ, തൻ്റെ ആത്മീയ ഗുരുവിനോട് വിധേയത്വം പുലർത്തിയപ്പോൾ വലിയൊരു കൃപാവരത്തിലേക്ക് ദൈവം അദ്ദേഹത്തെ കൊണ്ടുവന്നു. അതിലൂടെ ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 27 തൊട്ട് 29 വരെയുള്ള വചനത്തിൽ പറയാണ്, എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ഇത് നിങ്ങളുടെ മേൽ വരുത്തിയ അവിടുന്ന് നിങ്ങളെ സ്മരിക്കും. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ മേൽ ഈ അനർത്ഥങ്ങൾ വരുത്തിയവൻ തന്നെ നിങ്ങൾക്ക് രക്ഷയും നിത്യാനന്ദവും നൽകും. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. കാരണം ഈ അവസ്ഥകളൊക്കെ കർത്താവ് പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ്. എന്താണ് വിശ്വസ്തത? തൻ്റെ ആത്മീയ ഗുരുവിനോടൊക്കെ താൻ എത്രമാത്രം വിശ്വസ്തത പുലർത്തണം എന്നുള്ള ഒരു വലിയ രഹസ്യവും ഷാജിബറിനെ ഇതിലൂടെ ദൈവം പഠിപ്പിച്ചു. ഷാജിബറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ആ കൃപ അനുസരിച്ച് അനേക സ്ഥലങ്ങളിൽ ഈശോയെ പോയി പ്രഘോഷിക്കാനുള്ള കൃപ കൊടുത്തു. അതിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിടുന്നത് തൻ്റെ ആത്മീയ ഗുരുവായിരുന്നു. ആ സമയത്തെല്ലാം അദ്ദേഹം ആ സ്ഥലങ്ങളിലൊക്കെ പോയി പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഒരിക്കലും തൻ്റെ പേരോ പെരുമയോ പ്രസിദ്ധപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ. എനിക്ക് ഈ വചനത്തിൻ്റെ കൃപ ലഭിച്ചത് എൻ്റെ ആത്മീയ ഗുരുവിൽ നിന്നാണ് എന്ന് അദ്ദേഹം എവിടെ ഈശോയെ പ്രഘോഷിക്കാൻ പോയാലും അദ്ദേഹം ആ കാര്യം വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെ കർത്താവ് കൂടുതൽ കൃപ ദൈവം കൊടുത്തു. ഈ വിശ്വസ്തത എന്ന പുണ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപ വളരെ ശക്തമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അപ്പസ്തോലന് ചേർന്ന എല്ലാവിധ സഹനങ്ങളിലൂടെയും ദൈവം അദ്ദേഹത്തെ കടത്തിക്കൊണ്ടുപോയി. 2 കൊരിന്തോസ് 6:4 തൊട്ട് 10 വരെയുള്ള വചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ വളരെ ശക്തമായിട്ടും ഉറപ്പോടും കൂടി പറയുന്നുണ്ട് എങ്ങനെയാണ് താൻ സഹനങ്ങളിലൂടെ കടന്നു പോയത് എന്ന്. അതെ, ഷാജിബറിന് സ്വന്തക്കാരിൽ നിന്നും, ബന്ധുക്കാരിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, ഇടവകയിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, അതുപോലെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നും എല്ലാം ഒത്തിരിയേറെ സഹനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, നിന്ദനങ്ങൾ, അപമാനങ്ങൾ എല്ലാം സ്വീകരിക്കേണ്ടി വന്നു. അതിലൂടെ അദ്ദേഹം ദൈവത്തിന് നന്ദി മാത്രമാണ് സമർപ്പിച്ചുകൊണ്ടിരുന്നത്. ആ നന്ദി പ്രകടനത്തിലൂടെയാണ് കർത്താവ് അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കി. എവിടെ പോയാലും അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു വചനമുണ്ടായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനം, ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോയുടെ നാമത്തെക്കുറിച്ചും ഈശോ ആരാണ് എന്നുള്ള ആ ദൈവിക വെളിപ്പെടുത്തലിനെ കുറിച്ചും അദ്ദേഹം ശക്തമായി ലോകത്തെ പഠിപ്പിച്ചിരുന്നു. എത്ര എതിർപ്പുള്ള സ്ഥലത്ത് ചെന്നാലും ഈശോ ദൈവപുത്രനാണ് എന്ന് അദ്ദേഹം പ്രഘോഷിച്ചിരുന്നു. അതിലൂടെ ആ സ്ഥലത്തു നിന്നുമൊക്കെ ഒത്തിരിയേറെ പീഡനങ്ങൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ പ്രവേശിക്കാതിരിക്കാനായിട്ട് കുറേ പേര് കൂടി അദ്ദേഹത്തെ തടഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഈശോയുടെ നാമം വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനെയെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോയത്. കാരണം കർത്താവിലുള്ള ആഴമായ വിശ്വാസവും ധീരതയുമാണ് അദ്ദേഹത്തെ കർത്താവിലേക്ക് കൂടുതൽ ഉറപ്പിച്ചു നിർത്തിയത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ പറയുന്നു, അവനിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാനുള്ള കൃപ ദൈവം കൊടുക്കുകയാണ്. ഈശോയ്ക്ക് വേണ്ടി സഹിക്കാനും കൂടെയുള്ള കൃപ ദൈവം കൊടുത്തു. ഇങ്ങനെ ദൈവിക രഹസ്യങ്ങൾ ഓരോ വചനത്തിലും ആഴത്തിലേക്ക് പോവുക. വിക്ടബറിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം കൗൺസിലേഴ്സിന് ക്ലാസ്സുകൾ കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ വചനങ്ങൾ ഓർഡറാക്കി എഴുതി അദ്ദേഹം തൻ്റെ ആത്മീയ ഗുരുവിന് കൊടുത്തിരുന്നു. അതിൽ ഏറ്റവും സന്തോഷിച്ചത് ബ്രദറായിരുന്നു. തൻ്റെ ശിഷ്യൻ ഇത്രയും വളരുമ്പോൾ ദൈവത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു. ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തി അനേകരെ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു.
നമുക്കറിയാം, കൈവപ്പ് പ്രാർത്ഥന എന്ന് പറയുന്നത് ശ്രേഷ്ഠന്മാർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ്. സഭാപിതാക്കന്മാർക്ക് ദൈവം കൊടുക്കുന്ന ശുശ്രൂഷയാണ് കൈവപ്പ് ശുശ്രൂഷ. വിക്ടർ ബെർണയെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമായിരുന്നു 1 തിമോത്തി 5:22 കൈവപ്പിൻ്റെ കൃപാവരം കൊടുത്തു. 2 തിമോത്തി 1:6-7 തിരുവചനത്തിനും എല്ലാം ദൈവസ്നേഹത്തിൻ്റെയും ദൈവശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ഓരോ കൈവപ്പിലൂടെയും ഓരോ ശ്രേഷ്ഠരിൽ നിന്ന് പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുക. അപ്പോൾ ആ കൈവപ്പ് ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിക്ടർ ബെർ ഒത്തിരിയേറെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ നന്മകളെക്കുറിച്ചും തിന്മയെക്കുറിച്ചും. യുവാവായിരുന്ന കൈവപ്പിലൂടെ അനേകരെ ഈശോയിലേക്ക് ആനയിക്കുവാനായിട്ട് കർത്താവ് ഇടവരുത്തി. ഇങ്ങനെ എല്ലാവിധ ശുശ്രൂഷകളിലും ദൈവം ശക്തനാക്കി വളർത്തിക്കൊണ്ടിരുന്നു. അവസാന സമയത്ത് ബ്രദർ ഷാജി വിക്ടർ ബെറിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ സമയം ഉണ്ടായിരിക്കാനും ആ സമയത്തൊക്കെ പരിശുദ്ധ മറിയത്തെക്കുറിച്ചും വിശുദ്ധരെക്കുറിച്ചും അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചും ഒക്കെ ദൈവം കാണിച്ചു കൊടുക്കുകയും ദൈവിക രഹസ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. തിരുസഭയോടുള്ള ആഴമായ സ്നേഹം ഷാജി ബെറിനുണ്ടായിരുന്നു. അനേകം സിസ്റ്റേഴ്സിനെ ഷാജി ബ്രദർ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഷാജി ബെറിൻ്റെ മരണത്തിന് ശേഷമാണ് വിക്ടർ ബെറിൻ്റെ ഗ്രൂപ്പിലേക്ക് അനേകം വൈദികരും സിസ്റ്റേഴ്സും ആനയിക്കപ്പെട്ടത് എന്ന് വിക്ടർ ബെർ പലപ്പോഴും പറയാറുണ്ട്. അവർ ആ ചൈതന്യത്തെ തിരിച്ചറിയുകയും ആ ചൈതന്യത്തെ സ്വീകരിക്കുവാൻ വേണ്ടി ഓടിയെത്തുകയും ചെയ്തു. വിക്ടർ ബെറും പറയും, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 20 മുതലുള്ള തിരുവചനത്തിൽ ഗ്രീക്കുകാരൊക്കെ ഈശോയെ അന്വേഷിച്ച് വരുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈശോയെ അന്വേഷിച്ച് വരുമ്പോൾ ഈശോയ്ക്കും മനസ്സിലാകും തൻ്റെ ജോലി പൂർത്തിയാക്കാൻ സമയമായി. അതുപോലെ വിക്ടർ ബെർ ഒറ്റയ്ക്ക് നിന്ന് സഹിച്ച അനേകം അവസരങ്ങളുണ്ടായിരുന്നു. ഷാജി ബെറിൻ്റെ മരണത്തിലൂടെ അനേകർ ബ്രദറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ബ്രദറിനും മനസ്സിലായി തൻ്റെയും ജോലി പൂർത്തിയാക്കി താൻ തൻ്റെ പിതാവുമായി ഒന്നായി ക്രിസ്തുവുമായി യോജിക്കുവാൻ സമയമായി, നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സമയമായി എന്ന് അവർക്കെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഷാജി ബെർ മരിച്ചതിന് ശേഷം വെറും 2 വർഷം മാത്രമേ വിക്ടർ ബെറും ജീവിച്ചിരുന്നുള്ളൂ. ആ സമയത്ത് വലിയൊരു ജനപ്രവാഹം അവിടെ ഉണ്ടായിരുന്നു. ദൈവിക വെളിപ്പെടുത്തലുകൾ, കന്യകമാർ, ബ്രഹ്മചരികൾ, ഇങ്ങനെ അനേകർ ശക്തിപ്പെട്ടു വന്ന ഒരു സമയമായിരുന്നു ആ സമയങ്ങളൊക്കെ. അതിലൂടെ ഒത്തിരിയേറെ തിന്മയുടെ ശക്തിയെ തകർത്തുകൊണ്ട് കർത്താവ് ആ മധ്യസ്ഥനെ ഉയർത്തി. ഷാജി ബ്രദർ പറയും, വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ, സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ, എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് സാത്താൻ നിങ്ങളുടെ പിന്നാലെയുണ്ട്. അപ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന സമയമുണ്ട്. എപ്പോഴാണ്? ഭൂമിയിൽ നിന്ന് വിശുദ്ധർ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ. അതുപോലെ ഭൂമിയിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത മുളയെടുക്കുമ്പോൾ. സങ്കീർത്തനം 85 10-12 വരെയുള്ള തിരുവചനത്തിൽ, നീതി സമാധാനം പരസ്പരം ആശ്ലേഷിക്കും, അവ പരസ്പരം ചുംബിക്കും, ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും എന്നാ പറയുക. ഭൂമിയിൽ നിന്ന് വിശ്വസ്തത മുളയെടുക്കുന്നത് എപ്പോഴാണ്? സ്വർഗം സന്തോഷിക്കുമ്പോഴാണ്. മലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ മലാഖമാർ ഈശോ ഭൂമിയിലേക്ക് വന്നപ്പോൾ പാടുകയാണ്. ദൈവപുത്രനായ ഈശോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പെസഹ രഹസ്യമാണ് ദൈവം മനുഷ്യനായി പിറക്കുക എന്നുള്ളത്. അത്രയും എളിമപ്പെട്ട് ഇല്ലാതായി വരുമ്പോഴാണ് അവിടെ ഒരു പെസഹ രഹസ്യം ഉണ്ടാകുക. അങ്ങനെയാണ് ക്രിസ്മസിലൂടെ, ഈശോയുടെ വരവിലൂടെ നമുക്ക് ദൈവപുത്രനെ ലഭിക്കുന്നത്. അതുപോലെ ഷാജി ബെറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലപ്പോഴും പറയും, പിശാചിനെ കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും വലിയ മാർഗം എളിമപ്പെടലാണ്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 1-11 വരെയുള്ള തിരുവചനത്തിൽ അതിൽ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചില അശുദ്ധാരൂപികൾ വ്യക്തികളിൽ നിന്ന് വിട്ടുപോകാത്ത സമയത്ത് ഷാജി ബ്രദർ പ്രാർത്ഥിക്കും,
കർത്താവേ, ഞങ്ങൾ ഏറ്റവും വലിയ പാപികളാണ്, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേ അവരിൽ നിന്ന് ആ അരൂപി കാറിക്കൊണ്ട് വിട്ടുപോകുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം അനുതാപത്തിലൂടെ മാത്രമേ സാത്താന് ഇറങ്ങിപ്പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം സാത്താൻ ഒരിക്കലും അനുതപിക്കാൻ അവസരം നൽകിയില്ല. നമ്മൾ അനുതപിക്കുമ്പോൾ, ഈശോയുടെ കുരിശിനെ ആശ്ലേഷിക്കുമ്പോൾ, എളിമപ്പെടുമ്പോൾ അവിടെ നിന്നും ആ പിശാചുകൾ വിട്ടുപോകുന്നു. ഇതുപോലെ ഡെലിവറൻസിൻ്റെ അനേക അനുഭവങ്ങൾ ഷാജിബേറിനുണ്ട്. അതുപോലെ ഷാജിബേറിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഒരു രഹസ്യമാണ് എന്താണ് ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹം, എന്താണ് ലോകത്തിൻ്റെ അഥവാ ജഡികമായ സ്നേഹം. ഈ രണ്ട് സ്നേഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഒരു സ്നേഹം നമ്മളെ എത്രമാത്രം പാപബന്ധനത്തിലേക്ക് കൊണ്ടുപോകും, അതേസമയം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ചൈതന്യം വന്നു കഴിയുമ്പോൾ അത് എത്രമാത്രം നമ്മളെ ക്രിസ്തുവുമായി ആഴമായ ബന്ധത്തിലേക്ക് കൊണ്ടുപോകും. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കാൻ തുടങ്ങുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ വരുമ്പോഴാണ്. ഇതുപോലെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ച പല അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപായിട്ട് ആ ചൈതന്യത്തിൽ വന്ന അനേകർക്ക്, ആ കൃപയുടെ ബന്ധനത്തിലും സ്നേഹത്തിലും സുവിശേഷ സംരക്ഷണത്തിലും വന്ന അനേകർക്ക് സ്വർഗം പ്രാപിക്കാനുള്ള ഒരു ആഗ്രഹം. സങ്കീർത്തനം 84-ാം അധ്യായം, സങ്കീർത്തനം 27-3-4 തിരുവചനത്തിലൊക്കെ പറയുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ ആലയം എത്ര മനോഹരമാണ്, എൻ്റെ ആത്മാവ് അങ്ങയുടെ അങ്കണത്തിനെത്താൻ വാഞ്ചിച്ച് തളരുന്നു. ഈ ഒരു ആത്മാവിൻ്റെ ദാഹം ഉണ്ടായി. കാരണം ഷാജി ബ്രദർ ഈശോയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആ ചൈതന്യത്തിൽപ്പെട്ട എല്ലാവരിലേക്കും ആ ചൈതന്യം പകർക്കപ്പെട്ടു. അവരറിയാതെ തന്നെ സ്വർഗം പ്രാപിക്കാനും ഈശോയെ സ്നേഹിക്കാനും ഈശോയോട് കൂടെ ആയിരിക്കാനും ഉള്ള ഒരു കൃപ ദൈവം കൊടുക്കുകയാണ്. ഈ ഷാജിബേർ മരിക്കുന്നതിന് മുമ്പ് മദ്രാസിൽ പോയി 12 അപ്പസ്തോലന്മാരുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയൊരു ചാർട്ടുണ്ടാക്കി. അവരുടെ മരണത്തെക്കുറിച്ചുള്ള തീഷ്ണത അദ്ദേഹത്തെ ശക്തമായിട്ട് വിഴുങ്ങി. അങ്ങനെ അദ്ദേഹം ഈശോയുമായിട്ടുള്ള സ്നേഹത്തിൽ കൂടുതൽ ഒന്നായി. അങ്ങനെ അനേകർക്ക്, നമുക്കറിയാം ഈ ചൈതന്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വിറ്റുപേർ എപ്പോഴും പറയും, ബ്രദറിൻ്റെ മോട്ടോയായിരുന്നു 1 കൊറിന്തോസ് 1:10 നമ്മൾ ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും ഒരേ ചൈതന്യത്തോടും കൂടി ആയിരിക്കണം നമ്മളെപ്പോഴും ആയിരിക്കുക. അത് വരുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നുമാണ് ഈ ഐക്യത്തിൻ്റെ ആത്മാവ് വരിക. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലും ഫലങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഐക്യത്തിൻ്റെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്. ഈ ഐക്യം വന്നു കഴിയുമ്പോൾ എന്താണ്? എല്ലാവരും ഒരേ വഴിയിലൂടെ ആയിരിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 7-ാം തിരുവചനത്തിൽ ഒരേ ചൈതന്യത്തിലായിരിക്കും, ഒരേ വഴിയിലായിരിക്കും. ആ ഐക്യത്തിലൂടെയാണ് സംഭവിക്കുന്നത്, ഒരേ ആത്മാവിലൂടെയാണ് സംഭവിക്കുക. അങ്ങനെ ഒരേ ആത്മാവിൽ എല്ലാവരെയും നിലനിർത്താനുള്ള ഒരു കൃപ ദൈവം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ആത്മാവിൻ്റെ ഓർഡറിൽ അത് നയിച്ചു കൊണ്ട് പോകാനുള്ള ഒരു കൃപ ആ കൊച്ചു യുവാവിന് ദൈവം കൊടുത്തു. അതിലൂടെ അനേകരും നയിക്കപ്പെട്ടു, എളിമപ്പെട്ടു. ശാസനം കൊടുക്കേണ്ടിടത്ത് ശാസനവും ശിക്ഷണം കൊടുക്കേണ്ടിടത്ത് ശിക്ഷണവും ഒക്കെ കൊടുത്താണ് കൊച്ചു യുവാവ് തൻ്റെ യൂത്തിനെ പരിശീലിപ്പിച്ചു കൊണ്ടുവന്നത്. അതിലൂടെ അവരെല്ലാം ഒരേ ആത്മാവിലായിരുന്നു, ഒരേ ഐക്യത്തിലായിരുന്നു, ഒരേ ശക്തിയിലായിരുന്നു. കാരണം ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരാൾക്ക് വെളിപ്പെടുത്തുമ്പോൾ അത് അനേകർക്ക് അത് പകർന്ന് ലഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ആവർത്തനത്തിൻ്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ആ ചൈതന്യം പകർന്ന് ലഭിക്കുന്നതായിട്ട്. ഈ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകതയാണ്, ഈ കാര്യസ്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദൈവസ്നേഹം വന്നു കഴിയുമ്പോൾ, വിശ്വസ്തത പുലർത്തി കഴിയുമ്പോൾ ആ കൃപ, വചനത്തിൻ്റെ കവാടം
അതുപോലെ ദൈവസ്നേഹത്തിൻ്റെ കൃപ അത് എല്ലാവർക്കും കർത്താവ് പകർന്നു കൊടുക്കും. കാരണം വിശ്വസ്തതയിലൂടെയാണത് ലഭിക്കുക, വിശുദ്ധിയിലൂടെയാണത് ലഭിക്കുക. ദൈവസ്നേഹത്തിലും നിഷ്കളങ്ക മനസ്സാക്ഷിയിലും നിൽക്കുമ്പോൾ കർത്താവ് അത് വെളിപ്പെടുത്തും, അനേകർക്ക് അത് പകർന്നു കൊടുക്കപ്പെടും. എഫെസൊസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 3 തൊട്ട് 6 വരെയുള്ള വചനത്തിൽ പറയാണ്, സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരാത്മാവുമാണുള്ളത്, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനമേ ഉള്ളൂ. സകലത്തിലും ഉപരിയും സകലത്തിലൂടെയും സകലത്തിലും വർദ്ധിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവായ ദൈവം ഒരുവൻ മാത്രം. ഇതിലെന്താണ് പറയുക? ആ യേശുക്രിസ്തുവിൽ ഐക്യത്തിൽ നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അതിൽ സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കുവിൻ. ഈ സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തി ഒരു ആത്മീയ പിതാവിന് തൻ്റെ ശിഷ്യരെ എത്രയേറെ ശാസനയിലൂടെയും ശിക്ഷണത്തിലൂടെയും ഒക്കെ വളർത്തിക്കൊണ്ട് വരണം. ഓരോ വ്യക്തികളും ഓരോ തരമാണ്, ഓരോ സ്വഭാവങ്ങളുള്ളതാണ്. പക്ഷേ അതെല്ലാം വെട്ടി യേശുക്രിസ്തുവാകുന്ന ആ തായ്തണ്ടിനോട് നമ്മളെ ചേർത്ത് വയ്ക്കണമെങ്കിൽ കർത്താവിൻ്റെ പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപായിട്ട് ആ സങ്കീർത്തനങ്ങളും എല്ലാം കൂടെയുള്ളവർക്ക് ലഭിച്ചു. കർത്താവിനെ പ്രാപിക്കാനുള്ള ആഗ്രഹം, ദൈവത്തിനു വേണ്ടി മരണം വരിക്കുവാനുള്ള ആഗ്രഹം, ദൈവവുമായിട്ട് ഒന്നായി തീരാനുള്ള ആഗ്രഹം, ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുവാനുള്ള തീഷ്ണത, ഇങ്ങനെ പല രൂപത്തിൽ ആ ചൈതന്യം ഭൂമിയിലേക്ക് അയക്കപ്പെടുകയാണ്. ഈ സങ്കീർത്തനം 84 ഈശോയിലേക്ക് പോയി ലയിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ചും ഷെയർ ചെയ്തപ്പോൾ ഷാജി ബ്രദർ തിരിച്ച് ഒരു വചനം പറയുകയുണ്ടായി. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 118-ാം അധ്യായത്തിൽ 17-ാം തിരുവചനത്തിൽ, ഞാൻ മരിക്കയില്ല ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കാരണം ഷാജി ബ്രദർ ഈശോയുമായിട്ട് ലയിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ആ ചൈതന്യത്തിൽപ്പെട്ട അനേകർക്കത് ലഭിച്ചപ്പോൾ അവർക്ക് കൊടുത്ത ഉപദേശമാണ്, നമ്മൾ മരിക്കയില്ല ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കാരണം ഫിലിപ്പി 1:21 തൊട്ട് 23 വരെയുള്ള വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഈശോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എപ്പോഴും കർത്താവിനെ പ്രാപിക്കണ ഒരു ആഗ്രഹം വരും. 2 കൊരിന്തോസ് 5-ാം അധ്യായത്തിൽ മിസ്റ്റർ പൗലോസ്ലീഹ പറയുന്നില്ലേ, എനിക്ക് ക്രിസ്തുവുമായിട്ട് ഒന്നായി തീരണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ ശരീരത്തിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒത്തിരിയേറെ ഉപകരിക്കും, അനേകരെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. ആ തൻ്റെ ശിഷ്യർക്ക് കൊടുത്ത വചനം ഇതാണ്, ഞാൻ മരിക്കയില്ല ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അങ്ങനെ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കപ്പെടുവാൻ വേണ്ടി ഒരു ജനത്തെ അദ്ദേഹം വാർത്തെടുത്ത് തൻ്റെ ആത്മീയ പിതാവുമായിട്ട് ബന്ധിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം നിത്യതയിലേക്ക് യാത്രയായത്. എൻ്റെ ആത്മീയ പിതാവുമായിട്ട് ഈ ദൈവിക രഹസ്യങ്ങളെല്ലാം അദ്ദേഹം ഷെയർ ചെയ്തു. അങ്ങനെയാണ് ഭാവിയിൽ ഈ ചൈതന്യം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ദൈവിക രഹസ്യവും ഈ ആത്മീയ പിതാക്കന്മാർ 2 പേരോടെ വെളിപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നത്. വിറ്റുപേറിന് അവസാന സമയത്ത് വെളിപ്പെടുത്തി കിട്ടി, ഷാജിയെ ദൈവം പൗരോഹിത്യത്തിൽ അങ്ങേയറ്റത്ത് എത്തിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ദൈവിക രഹസ്യം വെളിപ്പെടുത്തി. എല്ലാത്തിൻ്റെ ആത്മീയ അർത്ഥം ഭൗമികമായി അവർ വൈദികരാണോ? അല്ല. പക്ഷേ ആത്മീയ തലത്തിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ക്രിസ്തു പ്രസാദിച്ച ഒരു ദൈവിക പുരുഷനായിരുന്നു ബ്രദർ ഷാജി. ബ്രഹ്മചര്യത്തിലൂടെയും വിശുദ്ധ കുർബാനയിലുള്ള അതിയായ വിശ്വാസത്തിലും ഭക്തിയിലും വളർത്തി അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച ഒരു വീര യുവാവായിരുന്നു ബ്രദർ ഷാജി. ഒരു ലോകത്തിൻ്റെ മോഹങ്ങൾക്കും അടിമപ്പെടാതെ ലോകത്തിൻ്റെ സുഖത്തെ ഒക്കെ അദ്ദേഹം മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ യൗവനം
സ്വർഗീയ പിതാവിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് നയിക്കപ്പെട്ട ഒരു യുവാവായിരുന്നു ബ്രദർ ഷാജി. ഇന്നും നമ്മുടെ കത്തോലിക്ക സഭയിൽ അഭിമാനിക്കാൻ ഏറ്റവും വകയുള്ള, ആരും അറിയപ്പെടാതെ രഹസ്യമായി കടന്നുപോയ ഒരു കൊച്ചു യുവാവായിരുന്നു ബ്രദർ ഷാജി. ഇന്നത്തെ തലമുറയ്ക്ക് അദ്ദേഹം വലിയ ഒരു മാതൃകയായിരിക്കട്ടെ. ഇന്നത്തെ യുവാക്കന്മാർക്ക് അദ്ദേഹം വലിയൊരു ഉത്തേജനമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇന്ന് നമ്മുടെ സഭ അനേകം വിശുദ്ധരെ കൊണ്ട്, ദൈവവചനത്തിൽ നിറഞ്ഞ അനേകം യുവാക്കന്മാരെ കൊണ്ടും യുവതികളെ കൊണ്ടും നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൂടെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്തിച്ചേരണം. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, നിങ്ങൾ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അങ്ങനെ തലമുറകളോളം ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈശോ തന്ന ഈ വചനത്തെ ഓർത്തും ഈ ഓർമ്മപ്പെടുത്തലിനെ ഒക്കെ ഓർത്തും ഈശോയ്ക്ക് നന്ദികൾ അർപ്പിക്കുന്നു. ദൈവം നൽകുന്നില്ല എങ്കിൽ നമുക്കൊന്നും സംസാരിക്കാനോ പറയുവാനോ സാധിക്കുകയില്ല. ഈ ഓർമ്മകളെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണർത്തുന്നതാണ്. കാരണം 1995 ജൂലൈ 17 ആണ് അദ്ദേഹം നിത്യത്തിലേക്ക് എടുക്കപ്പെട്ടത്. ഈ വർഷം 31 വർഷം പൂർത്തിയാകുകയാണ്. എങ്കിലും ആ സ്മരണകൾ നമ്മുടെ എല്ലാം ഓർമ്മയിൽ വീണ്ടും വീണ്ടും വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ കർത്താവിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. തീർച്ചയായിട്ടും ഓർമ്മിപ്പിക്കുക എന്നുള്ളത് അത് കർത്താവിൻ്റെ സ്നേഹമാണ്. അങ്ങനെ ഈ കാര്യസ്ഥത്തെ, ഈ ദൈവവചനത്തെ പുണരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശോയെ ഈ ഒരു ചൈതന്യത്തിലൂടെ അനേകർ ഈശോയെ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ ദൈവവചനത്തിൽ ജീവിക്കുവാനും വളരാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന അനേകർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരെ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഈശോയുടെ കൃപാവരം, പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥം നമുക്കെല്ലാവർക്കും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.